അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഉളഹിയത്തിനെ സംബന്ധിച്ച് മഹാനായ തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ നമുക്ക് പാടിത്തരുന്നു, പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നല്ലതു വേണമിന്നറുക്കേണ്ടത്, ന്യൂനതകളില്ലാതുള്ളതാ വേണ്ടുന്നത്. ന്യൂനതകൾ എന്ന് പറയുന്നത് പോരായ്മ. അറുക്കപ്പെടുന്ന മൃഗത്തിന് ന്യൂനതകളില്ലാതിരിക്കൽ ആവശ്യമാണ്. ന്യൂനത രണ്ട് സൈസ് ഉണ്ട്, 2-3 സൈസ് ഉണ്ട്. ഒന്ന് ചെറിയ ചെറിയ ന്യൂനതകൾ, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ന്യൂനതകൾ. മറ്റൊന്ന് വലിയ ന്യൂനതകൾ. മറ്റൊന്ന് മാംസം കുറയാൻ സാധ്യതയുള്ള ന്യൂനതകൾ. ഇതിൽ രണ്ടെണ്ണം പാടില്ല. നമ്മളൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ, അത് സെക്കൻഡ് ഹാൻഡ് പഴയത് വാങ്ങുകയാണെങ്കിൽ വലിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങില്ല. അറിഞ്ഞാൽ ചെറിയ ഇൻഡിക്കേറ്റർ കത്തുന്നില്ല, അതുപോലെ മിറർ ഒരു ഭാഗത്ത് മിറർ ഇല്ല, ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യലില്ല. എന്നതുപോലെ ഉളഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗത്തിന് ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. ന്യൂനതകൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഗർഭിണികളെ അറുക്കാൻ പറ്റുമോ? പറ്റൂലേ. അല്ലെങ്കിൽ വലിയ പോരായ്മ ഉള്ളത്, വാലില്ല, ചെവി തീരെയില്ല, മുടന്തനായ മൃഗം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് പാടില്ല. കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വാഹനമാണ്. അപ്പോൾ എത്ര തന്നെ നല്ലതാവണം, എത്ര തന്നെ ക്ലിയർ ആവണം, ഒരു പോരായ്മയും ഇല്ലാത്തതാവണം എന്നുള്ളത് ആവശ്യവും അത്യാവശ്യവുമാണ്. അതുകൊണ്ടത് സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. ചനയുള്ളതായാൽ അതു ജവാസല്ലെന്ന് നോക്കാം സുഹൃത്തേ ബിഗയിൽ പറയുന്നു. ചനയുള്ളത് എന്ന് പറഞ്ഞാൽ, ചന എന്ന് പറഞ്ഞാൽ ഗർഭമുള്ള മൃഗത്തെ അറുക്കുന്നത് നല്ലതല്ല. അതിന് മഹത്തുക്കൾ പറഞ്ഞ കാരണം പലതുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മാംസം ചുരുങ്ങാൻ സാധ്യതയുണ്ട്. മാംസം കുറയാൻ സാധ്യതയുള്ള പോരായ്മയിൽ നിന്ന് സലാമത്താവണം മൃഗം. മിൻഹാജിൽ അങ്ങനെയാണ് പറയുന്നത്. അദമു ഇജ്സാഇ തലഹിയ്യത്തി ബിൽ ഹാമിലി, അതുപോലെ ഗർഭിണിയായ മൃഗത്തെ അറുക്കുന്നതും നല്ലതല്ല. ഇതെന്താണിത് കാരണം? ലിഅന്നൽ ഹംല യൻഖുസു ലഹ്മൻ കമാ സറഹു ബിഹി. മൃഗം ഗർഭിണിയായി കഴിഞ്ഞാൽ മെലിയാൻ സാധ്യതയുണ്ട്, മാംസം കുറയാൻ സാധ്യതയുണ്ട്. ഉളഹിയത്താവുമ്പോൾ എത്ര കൂടുതൽ മാംസമുണ്ടോ അത്രയും നല്ലതാണല്ലോ, അത്രയും സദഖ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു നിലയ്ക്കും കുറയാൻ പാടില്ല. അപ്പോൾ ഹാമിലായ ഒരു മൃഗമാണെങ്കിൽ അതിന് ലഹമ് കുറയാൻ, മാംസം കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടത് പാടില്ല. വൽ മുഅ്തമദു അദമു ഇജ്സാഇ തലഹിയ്യത്തി ബിൽ ഹാമിലി, ഗർഭിണിയായ മൃഗത്തെ ഉളഹിയത്ത് അറുക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് ഫത്ഹുൽ മുഈനിൽ മുഅ്തമദായി കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ ഇബ്നു റിഫഅത്ത് റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്. ഹാമിലാണ് മൃഗം, പക്ഷേ ലഹമിന് യാതൊരു കുറവുമില്ല എങ്കിൽ അതിനെ അറുക്കാവുന്നതാണ്. പക്ഷേ ഹാമിലാണല്ലോ, ആ നിലയ്ക്ക് ഒരു ചെറിയ പോരായ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ലതല്ല എന്ന് പറയുന്ന പണ്ട് ലാ തുജ്സിഉ ഐളൻ ലിനഖ്സി ലഹ്മിഹാ ബൽ ഹിയ അസ്വഉ ഹാലൻ ബിൽ ഹാമിലീൻ. ഹാമിലായ ചനയുള്ള മൃഗത്തെ അറുക്കുന്നത് അത് നല്ലതല്ല, കാരണം ലഹമ് കുറയാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല ഹിയ അസ്വഉ ഹാലൻ ബിൽ ഹാമിലി, ഗർഭിണിയായ ഒരു മൃഗത്തെ അറുക്കുന്നത് ഒരു കനിവുള്ള ഒരാൾക്ക് സാധ്യമല്ല. കാരണം അതിന് കുഞ്ഞും മരണപ്പെട്ടു പോകുമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഒരു റാഹത്തുള്ള ഒരു പരിപാടിയല്ല അത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഗർഭിണിയായ മൃഗത്തെ അറുക്കാതിരിക്കലാണ്. മാംസം ചുരുങ്ങുന്നില്ല ഗർഭം കൊണ്ട്, ഒരു കൗലിലെന്നാൽ അത് ജവാസെന്നുണ്ട്.
മാംസം ചുരുങ്ങുന്നില്ല, മാംസത്തിന് യാതൊരു കുറവും വരുന്നില്ല എങ്കിൽ അതിനെ അറുക്കാം എന്ന് ഒരഭിപ്രായം ഉണ്ട്. കാതറ്റതും വാലറ്റതും പറ്റാത്തതാ, അതുപോലെ തന്നെ മെലിഞ്ഞതും തള്ളേണ്ടതാ, ചെവിക്കുള്ള മുറിവും ഗണ്യമല്ലത് തുച്ഛമാ, ഖാളി ഹുസൈൻ തങ്ങൾക്കതിൽ അനുവാദമാ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ പോരായ്മകൾ അത് കുഴപ്പമില്ല. ചെറിയ ചെറിയ പോരായ്മകൾ, അതിൽപ്പെട്ട ഒന്നാണ് കൊമ്പില്ലാത്തത്. കൊമ്പില്ലാത്ത തീരെ കൊമ്പില്ലാത്തത്, മുറിഞ്ഞു പോയതല്ല, അതിന് ജൽജാ എന്നാ പറയുന്നത്. അതുപോലെ കൊമ്പിന്റെ പുറംതോട് പൊട്ടിയത് അതിന് അസ്മാ എന്ന് പറയാ. അതുപോലെ അറുബാ എന്ന് പറഞ്ഞാൽ ചൂട് വെച്ച് ചെവിയിൽ ദ്വാരമുണ്ടാക്കിയത്, ചെവി ചെറുതായിട്ട് കീറിയതും പിന്നെ ദ്വാരമുണ്ടായ പോരായ്മകൾ. അതുപോലെ ഷെർക്കാ കാണാം. ഷെർക്ക എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെവി നീളത്തിൽ കയറിയത്, ചെവി നീളത്തിൽ കയറിയത്. പിന്നെ ഹർക്കാ കാണാം. വഹിയല്ലത്തി തശഖു ഉദുനുഹാ ബിത്തൂലി, നീളത്തിൽ കീറിയത്, ചെവി നീളത്തിൽ കീറിയത്. ഇതൊക്കെ ചെറിയ ചെറിയ പോരായ്മകളാണ്, ഇതൊന്നും കുഴപ്പമില്ല. വാലിന്റെ ഒരറ്റം സ്വല്പം ഒന്ന് മുറിഞ്ഞുപോയി, അത് കുഴപ്പമില്ല. ഇങ്ങനെ ചെറിയ, അതുപോലെ കൊമ്പിന്റെ തല ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി, അത് കുഴപ്പമില്ല. അപ്പോ ഇതെല്ലാം കറാഹത്താണ്, ഇതൊക്കെ മാറ്റൽ അത്യാവശ്യമാണ്. വലിയ പോരായ്മ അല്ലെങ്കിൽ പോലും ചെറിയ പോരായ്മയാണല്ലോ, പോരായ്മ ഇല്ലാത്ത മൃഗമാണ് അഫ്ളൽ. വഖദ് റവൈന അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന തഅലീമഹാ ഇസ്തിഹ്സാനുഹാ. ഉളിഹിയത്ത് അറുക്കുന്ന മൃഗം നല്ലതായിരിക്കണം, അതിനെ ബഹുമാനിക്കണം, അത് ഇസ്തിഹ്സാനാവണം. ഫഇല്ലഹാ ബിമാ ദക്കർനാഹു അജ്സഅഹു. ഈ പറയപ്പെട്ട ചെറിയ ചെറിയ പോരായ്മകൾ ഉള്ള മൃഗത്തെ അറുത്താലും അത് സ്വഹീഹാവും. പക്ഷേ കാരണം ഇത് ഈ പറഞ്ഞ ചെറിയ കാരണം കൊണ്ട് ലഹമിന്, മാംസത്തിന് കുറവ് വരുന്നില്ല. അതുകൊണ്ട് അതർത്താലും മതി. എന്നാൽ പോലും അതും കൂടി സൂക്ഷിക്കൽ അത്യാവശ്യമാണ് എന്നാണ് മഹാനായ തഴവ ഉസ്താദ് ബെയ്ത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. മഹത്തുക്കളൊക്കെ ഈ വിഷയങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുമുണ്ട്. അത് നോക്കിയിട്ടാണല്ലോ തഴവ ഉസ്താദ് ഇത് പറയുന്നതും. അള്ളാഹു എല്ലാം പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.